ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ അത് എവിടെയെങ്കിലും വെച്ച് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ ഫോൺ എങ്ങനെ നമുക്ക് കണ്ടെത്താം. അതുമല്ല, നമുക്ക് ആ ഫോൺ ആരും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ലോക്ക് ചെയ്ത് വയ്ക്കാം. അതെങ്ങനെ ലോക്ക് ചെയ്യാമെന്നും നമ്മുടെ അതിനകത്ത് വിലപ്പെട്ട വിവരങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാനും ഉള്ളൊരു ഐഡിയ ആണ് ഞാൻ ഇതിലൂടെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു ഫോൺ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി നമ്മുടെ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൊബൈൽ ഫോണിലോ ഗൂഗിൾ ക്രോം എന്ന ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കുക. അതിനുശേഷം സെർച്ച് ബാറിൽ google.com എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഗൂഗിളിൻ്റെ ഹോം പേജ് വരും. അവിടെ സൈൻ ഇൻ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ വരുന്ന ഭാഗത്ത് നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ഫോണിൽ കൊടുത്തിരുന്ന മെയിൽ ഐ ഡിയും അതിൻ്റെ പാസ്വേഡും തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഓർക്കുക, നിങ്ങളുടെ ഫോണിൽ നഷ്ടപ്പെട്ടു പോയ ഫോണിൽ കൊടുത്ത അതേ മെയിൽ ഐ ഡിയും പാസ്വേഡും തന്നെ ആയിരിക്കണം ഈ ഭാഗത്തും കൊടുക്കേണ്ടത്. അത് കൊടുത്ത ശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഗൂഗിളിൽ സൈൻ ഇൻ ആയിരിക്കുകയാണ്. അതിനുശേഷം മുകൾ ഭാഗത്ത് കാണുന്ന ഈ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. ഗൂഗിൾ ആപ്സ് എന്ന് കാണുന്ന ഈ ബട്ടൺ പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്യുമ്പോൾ കുറേ ഐക്കണുകൾ കാണിക്കും. അതിൽ പ്ലേ എന്നത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ പ്ലേ സ്റ്റോറിൻ്റെ അതേ ഒരു ഐക്കൺ കാണിച്ചിരിക്കും. പ്ലേ എന്നത് ക്ലിക്ക് ചെയ്യുക. പ്ലേ എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു സ്ക്രീൻ കാണിക്കും. ഇവിടെ മുകൾ ഭാഗത്തായിട്ട് ഒരു ഗിയർ ഐക്കൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സെറ്റിങ്സ് എന്നും ആൻഡ്രോയിഡ് ഡിവൈസ് മാനേജർ എന്നും കാണിക്കും. ഇതിൽ ആൻഡ്രോയിഡ് ഡിവൈസ് മാനേജർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വരുന്ന സ്ക്രീനിൽ ഇടതുഭാഗത്തായിട്ട് നമ്മൾ ഏതൊക്കെ ഡിവൈസിൽ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടോ അതെല്ലാം കാണിച്ചിരിക്കും. ഞാനിപ്പോൾ എൻ്റെ ഹുവാവേ ഫോണിലും സാംസങ് ഫോണിലും സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഫോൺ ഏതാണോ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ഫോണിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണിക്കും. ആ ഫോണിൽ ഇനി എത്ര ശതമാനം ബാറ്ററി ബാലൻസ് ഉണ്ട്, അതിപ്പോൾ ഏത് വൈഫൈ നെറ്റ്വർക്കുമായി കണക്റ്റഡ് ആണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കും. പിന്നെ വലതുഭാഗത്തായിട്ടൊരു മാപ്പ് കാണിച്ചിട്ടുണ്ട്. ആ മാപ്പിൽ നമ്മുടെ ഫോണിപ്പോൾ ഏത് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്, നമ്മൾ എവിടെ വെച്ചാണ് നഷ്ടപ്പെട്ടു പോയത്, ആ സ്ഥലം വളരെ കൃത്യമായി കാണിച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ കാണിക്കണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ GPS എന്ന് പറയുന്ന സംവിധാനം ഓണാക്കിയിട്ടിരിക്കണം. GPS ഓണാക്കിയിട്ടിരിക്കണം. അതോടൊപ്പം ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടായിരിക്കണം. അടുത്തായി പ്ലേ സൗണ്ട് എന്നൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ആ സ്ഥലത്ത് പോയ ശേഷം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ സൈലൻറ്റ് മോഡിലാണെങ്കിൽ കൂടി മാക്സിമം വോളിയത്തിൽ, പരമാവധി വോളിയത്തിൽ അത് റിങ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ സഹായമാകും. അടുത്തത് ലോക്ക് എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് ലോക്ക് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. കാരണം അത് മറ്റാരും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ലോക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് ഇറേസ് എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിലെ എല്ലാ വിവരങ്ങളും ഇറേസായി പോകും. കാരണം എന്തെങ്കിലും പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ ഉള്ള ഫോണാണെങ്കിൽ നമുക്ക് ഉടനടി അത് ഇറേസ് ചെയ്ത് കളയാൻ പറ്റും. കാരണം അത് ആരും ദുരുപയോഗപ്പെടുത്തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത് കണ്ടെത്തുക. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, ആ ഫോണിൽ എൻ്റർ ചെയ്തിരുന്ന മെയിൽ ഐ ഡിയും അതിൻ്റെ പാസ്വേഡ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. മാത്രവുമല്ല, ആ ഫോണിൽ GPS-ഉം ഇൻ്റർനെറ്റ് കണക്ഷനും ഓണായിരിക്കണം. ഇൻ്റർനെറ്റ് കണക്ഷനോ അല്ലെങ്കിൽ GPS-ഓ ഇല്ല എങ്കിൽ ഇത് സാധിക്കുകയില്ല. GPS ഇല്ല എങ്കിൽ ലൊക്കേഷൻ അറിയത്തില്ല. പക്ഷേ പ്ലേ സൗണ്ട് ഉപയോഗിച്ച് സൗണ്ട് കേൾപ്പിക്കാനും ലോക്ക് ചെയ്യാനും ഇറേസ് ചെയ്യാനും സാധിക്കും. ലൊക്കേഷൻ അറിയണം എങ്കിൽ GPS ഓണായിരുന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളായി കണ്ടെത്തുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ മാത്രം ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന ബട്ടൺ അമർത്തുക. അതോടൊപ്പം ഇത് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഷെയർ എന്നൊരു ബട്ടണുണ്ട്. അത് ക്ലിക്ക് ചെയ്ത ശേഷം ഫേസ്ബുക്ക്, വാട്സാപ്പ് എന്നിവയുടെ ഐക്കൺ കാണിക്കും. അതിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് ഷെയർ ചെയ്തെങ്കിൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഉപകാരപ്രദമായ പുതിയ പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം. അപ്പോൾ ഇത് ഷെയർ ചെയ്യുമെന്ന പ്രതീക്ഷയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.